ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വികാരി ബർഗ്മാൻസ് എന്ന് പ്രവചിച്ച ബഹുമാനപ്പെട്ട വൈസ് പോസ്റ്റുലേറ്റർ തോമസ് വിട്ടുകാർഡച്ച, ക്രിസ്ത്യൻ ജ്യേഷ്ഠന്മാരെ, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വൈദികരെ, മാതാപിതാക്കളെ, DCMSന്റെ രൂപത പ്രസിഡന്റ്, മേഖലാ പ്രസിഡന്റ്, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഇന്ന് നമ്മെ സംബന്ധിച്ച് വലിയ ആത്മാഭിമാനത്തിൻ്റെ ഒരു ദിവസമാണ്. 1891 ഏപ്രിൽ 1-ാം തീയതി ജനിച്ച കുഞ്ഞച്ചൻ്റെ തിരുനാളാണ് ഇന്ന്. 1921 ഡിസംബർ 17-ന് കുരിയാളശ്ശേരി തോമ മെത്രാപ്പോലീത്തായിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിച്ച കുഞ്ഞച്ചന് ഇവിടെ രാമപുരം കേന്ദ്രമാക്കി പ്രവർത്തിച്ചു. പിന്നീട് കടനാട്, മാനത്തൂര്, വെലിവാലി തുടങ്ങിയ രാമപുരത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലുമെല്ലാം അദ്ദേഹം ശുശ്രൂഷ ചെയ്തു. അനാരോഗ്യം മൂലം സ്വന്തം ഇടവകയായ ഇവിടെ താമസം ആരംഭിച്ച് പിന്നീട് അരനൂറ്റാണ്ട് ഇവിടെയുള്ള ഏറ്റവും സാധാരണക്കാരായ ആളുകളുടെ കൂട്ടത്തിൽ ജീവിച്ച് പ്രവർത്തിച്ച ഒരു പുണ്യവാനാണ് വാഴ്ത്തപ്പെട്ട ചേവറപറമ്പിൽ അഗസ്റ്റിൻ കുഞ്ഞച്ചൻ. ബഹുമാനപ്പെട്ട വികാരിയച്ഛനിവിടെ സൂചിപ്പിച്ചതുപോലെ സംഭവബഹുലമായ ഒട്ടനവധി കാര്യങ്ങൾ നടത്തിയതിനു ശേഷമാണ് ഇന്ന് ഈ ഖബറിന് ചുറ്റും നാം എല്ലാവരും ആയിരിക്കുന്നത്. സ്കൂളുകൾക്ക് അവധി കൊടുത്തു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രൂപത നിറയെ DCMSന്റെ പ്രഘോഷണ റാലി നടത്തി. ഞാൻ പോരുന്ന വഴിക്ക് എത്താനത്ത് ചെഞ്ചലാളച്ചനും ഒരുപറ്റം ആളുകളും നമ്മുടെ പള്ളിക്ക് സമീപത്ത് ചുക്കാമ്പഴിക്ക് ഇപ്പുറത്തായിട്ട് ഒന്നിച്ചുകൂടി നിൽക്കുകയാണ് ഇവിടേക്ക് വരാൻ വേണ്ടി. ഇതിന് നേതൃത്വം കൊടുക്കുന്ന എത്താനത്തച്ഛനും വടക്കേക്കുട്ടച്ഛനും കുഴപ്പംകുട്ടിയച്ഛനും എല്ലാം ദിവസങ്ങളായിട്ട് ഇതിനു വേണ്ടി അധ്വാനിക്കുകയാണ്. രാമപുരം കൊറോണയുടെ ഈ സംഘടനയുടെ അധ്യക്ഷനും സെക്രട്ടറിമാരും എല്ലാം വികാരിയച്ഛനോട് ചേർന്ന് നിരന്തരമായിട്ട് ഈ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ദളിത് ക്രൈസ്തവര് എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന ആ ഒരു വലിയ പറ്റം ആളുകളുടെ അസ്തിത്വത്തിനും നിലനിൽപ്പിനും അവരുടെ വളർച്ചയ്ക്കും കാരണക്കാരായവരിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മളുടെ സ്വന്തമായ കുഞ്ഞച്ചൻ, വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ. നമുക്ക് അറിവുള്ളതുപോലെ കേരളത്തിലെ എല്ലാ രൂപതകളിലും തന്നെ ദളിത് ക്രൈസ്തവരുണ്ട്. കത്തോലിക്ക സഭയിലേക്ക് ദളിതരെ സ്വീകരിച്ചവരിൽ ഏറ്റവും പ്രമുഖനായ വ്യക്തി ചാമറ പ്രിയാഘോഷത്തിനായിരുന്നു. പിന്നീട് കദളിക്കാട്ടിൽ മത്തായിച്ചനാണ്. തുടർന്ന് പാലാക്കുന്നിൽ മത്തായി മറിയം കത്തനാരായിരുന്നു. അതിൽ തുടർന്ന് ഏറ്റവും മുൻപിൽ നിന്ന് പ്രവർത്തിച്ച ആധുനിക കാലഘട്ടത്തിലെ വ്യക്തിയാണ് നമ്മളുടെ അഗസ്റ്റിൻ ചേവറപറമ്പിൽ കുഞ്ഞച്ചൻ. കുഞ്ഞച്ചന്റെ പ്രത്യേകത 5000-ത്തിലധികം വ്യക്തികളെ പരിശുദ്ധ മാമോദീസായിലൂടെ പരിശുദ്ധ സഭയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചുവെന്ന അത്ഭുതകരമായ ആ ശുശ്രൂഷയാണ്. അവർക്ക് അർഹതപ്പെട്ട
കാര്യങ്ങൾ നേടിയെടുക്കുവാനും അവരുടെ കൂട്ടത്തിൽ ആയിരിക്കുവാനും കുഞ്ഞച്ഛന് വളരെ സന്തോഷത്തോടുകൂടി ജീവിതം സമർപ്പിച്ചു. നമുക്ക് നമ്മുടെ ഈ ദളിത് സഹോദരങ്ങളുടെ കാര്യത്തിൽ ഇനിയും വളരെയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ 6 പ്രമുഖ സമൂഹങ്ങളെയാണ് മൈനോറിറ്റികളായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. മുസ്ലിങ്ങള്, സിഖുകാര്, ക്രിസ്ത്യൻസ്, ബുദ്ധ, ജൈന, പാഴ്സി മതക്കാര്, ഇങ്ങനെ 6 വിഭാഗങ്ങളാണ് ഭാഷ മത ന്യൂനപക്ഷ പദവിയിൽ നിൽക്കുന്നത്. എന്നാൽ 1950 ഓഗസ്റ്റ് 10 പ്രസിഡൻഷ്യൽ ഓർഡർ വഴി കേന്ദ്ര സർക്കാർ നമ്മുടെ ക്രൈസ്തവരെ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന പദവിയിൽ നിന്ന്, ആനുകൂല്യത്തിൽ നിന്ന്, പ്രൊട്ടക്ഷനിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. 75 വർഷങ്ങൾ കഴിഞ്ഞിട്ടും സർക്കാർ അത് തിരുത്തിയിട്ടില്ല. നമ്മുടെ സ്വന്തമായ ഈ ജനത്തിന് ലഭിക്കേണ്ട നീതി ലഭിച്ചിട്ടുമില്ല. ഈ തിരുനാള് ഈ അനീതിക്കെതിരെയുള്ള ഒരു പ്രാർത്ഥന കൂടിയാണ്. നിരന്തരമായിട്ട് നമ്മൾ പൊതുരംഗത്തും കേന്ദ്ര സർക്കാരിന്റെ മുമ്പിലുമെല്ലാം അവതരിപ്പിച്ചിട്ടുള്ള ഒരു കാര്യവും കൂടിയാണ് ഇത്. നമുക്ക് തീക്ഷ്ണമായിട്ട് ആ കാര്യങ്ങളിലേക്ക് ഇറങ്ങുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ പരിശുദ്ധ പിതാവ് ലിയോ മാർപ്പാപ്പ പുതിയ ഒരു അപ്പസ്തോലിക ലേഖനം തയ്യാറാക്കി നമുക്ക് തന്നിട്ടുണ്ട്. ദിലക്സി തേ, ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നാണ് അതിന്റെ പേര്. അല്ലെങ്കിൽ അപ്പസ്തോലിക ലേഖനത്തിലെ ആദ്യത്തെ വാക്യം തുടങ്ങുന്നതിന്റെ ആദ്യത്തെ 2 വാക്കുകൾ വെളിപാട് 3:9 നിന്ന് ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് വെളിപാട് ഗ്രന്ഥകർത്താവ് പറയുന്ന ആ തിരുവചനമാണ് പരിശുദ്ധ പിതാവ് ഈ ശ്ലൈഹിക പ്രബോധനത്തിന്റെ അടിത്തറയായിട്ട് എടുത്തിട്ടുള്ളത്. സഭയുടെ സ്നേഹം പ്രകടമാക്കാൻ അടിസ്ഥാനപരമായിട്ട് സഭ സ്വീകരിക്കുന്ന ആറ്റിറ്റ്യൂഡ്സ് എന്തായിരിക്കണം എന്നെല്ലാം പഠിപ്പിക്കുകയാണ് ഇത് കേവലം ഒരു സാമ്പത്തിക നീതിക്ക് വേണ്ടിയുള്ള മുറവിളിയല്ല. വിശ്വാസത്തിന്റെ സംരക്ഷണത്തിനും പൗരന്മാരുടെ സമത്വത്തിനും ദിവ്യരാജ്യ പ്രവേശനത്തിനും വേണ്ടിയുള്ള ഒരു ആഹ്വാനമാണ്. അങ്ങനെയാണ് പുതിയ പരിശുദ്ധ പിതാവ് ഈ വിഷയങ്ങളെ കാണുന്നതും പിതാവിന്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നതുമെല്ലാം. നമുക്ക് തിരുനാളാണ്. ഈ ദേശവാസികൾക്ക്, ഈ രൂപതക്കാർക്ക്, സുറമലബാർ സഭയ്ക്ക്, ഭാരത സഭയ്ക്ക്, ഇതര മതസ്ഥർക്ക് എല്ലാം. കാരണം കുഞ്ഞച്ഛന്റെ ശുശ്രൂഷ ഈ രാമപുരം പ്രദേശത്തിന് മാത്രമല്ല, ഉഴവൂര്, കുറിച്ചിത്താനം, ഇടകോടി, ചിറ്റാറ്, പൂവക്കുളം, നീറന്താനം, കുറിഞ്ഞി, നെല്ലാപ്പാറ, കറ്റത്തിപ്പാറ, ഏഴാച്ചേരി, ചക്കാമ്പുഴ, കടനാട്, ഈ പ്രദേശങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഈ പ്രദേശത്തുള്ള ഏത് വീടുകളിൽ നമ്മൾ പ്രവേശിക്കുമ്പോഴും അവര് പറയുന്നത് കുഞ്ഞച്ഛനെ കുറിച്ചാണ്. ഞാൻ 2 വർഷങ്ങൾ ഇവിടെ ആയിരുന്നു ഈ ചുമതലയുമായിട്ട്. കുഞ്ഞച്ഛൻ മരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല. ഏത് വീട്ടിൽ ചെന്നാലും അവർക്ക് പറയാനുള്ളത് കുഞ്ഞച്ഛനെ കുറിച്ച് മാത്രമായിരുന്നു. അന്ന് കുടിക്കാട്ട് പഠിച്ച ചേട്ടനും മന്ത്രപ്പാറ ദേവസ്യ ചേട്ടനും എല്ലാം കൂടി ഞങ്ങളൊരു ടീമായിട്ട് എല്ലാ ദിവസവും ഭവന സന്ദർശനങ്ങൾ നടത്തുമായിരുന്നു. അങ്ങനെ കുഞ്ഞച്ഛനെ കുറിച്ച് സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കാവുന്ന എല്ലാ ചിന്തകളും ഇവിടെയുള്ള
കൊച്ചു പിള്ളേരിൽ നിന്ന് പോലും അന്ന് കേൾക്കാനും അത് സ്വന്തമാക്കാനും എനിക്ക് സാധിച്ചത് ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. കുഞ്ഞച്ചന്റെ നാമകരണ പരിപാടികളുടെ പദ്ധതിയിൽ പ്രിയപ്പെട്ട പള്ളിക്കാപ്പുറക്കൽ പിതാവ് എന്നെയായിരുന്നു അതിന്റെ ദിവ്യശാസ്ത്രപരമായ ഒരു നോട്ട് തയ്യാറാക്കാനായിട്ട് ഏൽപ്പിച്ചത്. അതുകൊണ്ട് കുഞ്ഞച്ചൻ എഴുതി വെച്ച ചെറിയ ഡയറികളും അച്ഛന്റെ ആത്മീയ വിചാരങ്ങളുമെല്ലാം ഞാൻ പ്രസിദ്ധനായിരുന്നപ്പോൾ തന്നെ കൂടുതൽ പഠിക്കാനും സ്വീകരിക്കാനും എല്ലാം പരിശ്രമിച്ചിട്ടുണ്ട്. കുഞ്ഞച്ചന്റെ ഖബറിടത്തെങ്കിൽ ഇന്ന് നമ്മൾ തൊടുകയാണ്. രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ വസ്ത്രാഞ്ജലത്തിൽ സ്പർശിച്ചതുപോലെ നമ്മളും തൊടുകയാണ്. തിരിച്ച് കുഞ്ഞച്ചൻ നമ്മയും തൊടുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് നമ്മളും കുഞ്ഞച്ചനും ഈശോയെയും നിരന്തരമായിട്ട് തൊട്ടുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞച്ചൻ കൂട്ടത്തിലായിരുന്നു, കുഞ്ഞച്ചൻ കൂട്ടിലിരുന്നു, കുഞ്ഞച്ചനോടുകൂടി എല്ലാവരും ഒന്നിച്ചിരുന്നു. അങ്ങനെ ഒരുമയിലും ഇഷ്ടത്തിലും കഴിഞ്ഞിരുന്ന വലിയൊരു ജനതയുടെ സ്വരമായിട്ടാണ് ഈ കല്ലറ ഇവിടെ നമ്മുടെ മുമ്പിൽ അയക്കുന്നത്. കാൽനടയായിട്ട് സഞ്ചരിച്ച ഒരു മിഷണറി എന്ന അപൂർവ ബഹുമതിയും അച്ഛന് മാത്രമുള്ളതാണ്. പരിശുദ്ധ കുർബാന അർപ്പിച്ചു കഴിഞ്ഞ ഉടനെ അദ്ദേഹം ഇറങ്ങും. രാത്രിയിലാണ് മടങ്ങി വരുന്നത്. ഇവിടെ അന്ന് വളരെ സാധാരണ രീതിയിലുള്ള 1960-70 കാലഘട്ടങ്ങളിലൊക്കെ അന്ധവിശ്വാസം, അജ്ഞത, വീടില്ലായ്മ, കൂടിത്താമസങ്ങള്, അപരിഷ്കൃതമായ ജീവിത ശൈലികള്, പ്രാർത്ഥനയില്ലായ്മ, ഇങ്ങനെയുള്ള നിരവധിയായ കുറ്റ വിചാരങ്ങളോട് കൂടിയ ജീവിത ശൈലികളുമൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. മുതലാളിമാരുടെ മേൽക്കോയ്മയുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ എല്ലാ ദിവസവും ഇവരുടെ വീടുകളിലേക്ക് കുഞ്ഞച്ചൻ മിഷൻ യാത്ര നടത്തി. ഇതെനിക്ക് വലിയ സന്തോഷം തോന്നി. മനസ്സിൽ ബഹുമാനപ്പെട്ട വിചാരിച്ചൻ കുഞ്ഞച്ചന്റെ വീട്ടിൽ നിന്ന് ഈ ടൂമ്പിലേക്കൊരു പിൽഗ്രിം യാത്ര നടത്തിയെന്ന് കേട്ടപ്പോൾ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. അച്ഛൻ പിറന്ന് അച്ഛൻ കിടന്ന് മരിച്ച ആ വീട്ടിൽ നിന്ന് ഈ പുണ്യ കബറിലേക്ക് പിൽഗ്രിംസ് ആയിട്ട്, തീർത്ഥാടകരായിട്ട് നമ്മൾ വരുമ്പോൾ സ്വർഗത്തിലേക്ക് നമ്മൾ നടത്തുന്ന യാത്ര തന്നെയാണ്. അച്ഛൻ നല്ല സ്നേഹനിധിയായ ഒരു ആളായിരുന്നു. നല്ലൊരു പ്രാർത്ഥനക്കാരനായിരുന്നു. സാമൂഹ്യക്ഷേമ പ്രവർത്തകനായിരുന്നു. ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്ത് സംസാരിക്കുന്ന പൊതുപുസ്തകമാണ് കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്. ഏത് സംശയം വന്നാലും അതിലേക്കാണ് നോക്കുന്നത്. ഞാൻ ഈ ദിവസങ്ങളിൽ ആലോചിച്ചു, ഈ കുഞ്ഞച്ചൻ അതുപോലെയുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ്. കുടിലുകളിലുള്ള സാധാരണക്കാരുടെ ഹൃദയങ്ങളിൽ പ്രവേശിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച്, കളരികൾ സ്ഥാപിച്ച്, ചെറിയ മരുന്ന് കടകൾ തുടങ്ങി, വഴക്കുകൾ അവസാനിപ്പിച്ച്, അധ്വാനിക്കാൻ പഠിപ്പിച്ച്, പള്ളിയിൽ വരാൻ പ്രേരിപ്പിച്ച്, പരിശുദ്ധ കുർബാനയ്ക്ക് ചുറ്റും ഇരിക്കാൻ ആഹ്വാനം ചെയ്ത്, പാപമോചനം നൽകി, ധൂർത്ത് അവസാനിപ്പിച്ച്, മദ്യപാനം നിയന്ത്രിച്ച്, ധാർമ്മികത പഠിപ്പിച്ച്, ലഘുനിക്ഷേപങ്ങൾ ആരംഭിച്ച്, ദളിത് ക്രൈസ്തവ സംഘടനകൾ രൂപീകരിച്ച്, ചേരന്മാർ ക്രിസ്ത്യൻ സംഘടന രൂപീകരിച്ച്, അവശ്യ ക്രൈസ്തവ സംഘടന രൂപീകരിച്ച്, കരിയൻ ക്രിസ്ത്യൻ സംഘടന രൂപീകരിച്ച്, ഇങ്ങനെ 100 കണക്കിന് കാര്യങ്ങളുള്ള ഒരു കാത്തലിക് കാറ്റക്കിസം ടെക്സ്റ്റാണ് കുഞ്ഞച്ചൻ. നിരന്തരമായിട്ട് നമ്മൾ തുറന്ന് വായിക്കേണ്ട ഒരു പുസ്തകമാണ്. എങ്ങനെയാണ് ഒരു അജപാലകൻ ശരിക്കും ഒരു മാസ്റ്ററായിട്ട് ജനങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയായിട്ട് ജീവിക്കേണ്ടത് എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഏതൊരു അച്ഛനും
ഏതൊരു സമർപ്പിതയും ഏതൊരു അൽമായും മിഷണറിയും ഈ ട്യൂബിൽ വന്നിരുന്ന് അരമണിക്കൂർ പ്രാർത്ഥിച്ചാൽ മതി. അച്ഛനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു വലിയ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച അനേകര് നമ്മൾ ഇവിടെയുണ്ട്. 2006 ഏപ്രിൽ 30 നമ്മളുടെ സഭയുടെ തലവനായ മേജർ ആർച്ച് ബിഷപ്പ് വർക്കിപ്പിതാവ് 32 രാക്കന്മാരോടൊത്ത് ഇവിടെ നമ്മുടെ മുമ്പിലുള്ള ആ സ്റ്റേജിൽ നിന്ന് പ്രഖ്യാപിച്ച വലിയൊരു ആത്മീയ കാര്യമായിരുന്നു. ഭാരതത്തെ മുഴുവൻ സ്പർശിച്ച ഒരു കാര്യമാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഭാരതത്തിന്റെ ഒരു നവോത്ഥാനത്തിന്, ഒരു ഉണർവിന്, ഇന്ത്യയിലുള്ള സമസ്ത വിഭാഗത്തിലുംപ്പെട്ട ക്രൈസ്തവരുടെ ഐക്യത്തിന്, ഇന്ത്യയുടെ ദേശീയ ബോധം വളർത്തുന്നതിന്, ഈ രാജ്യത്തിന്റെ ആത്മീയത ഒന്നുകൂടെ മുറുകെ പിടിക്കുന്നതിനെല്ലാം ഈ പുണ്യക്ഷണം, ഈ ട്യൂബും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. രാഷ്ട്ര നിർമ്മിതിയിലും രാജ്യ നിർമ്മിതിയിലും നിർണായകമായ ഒരു പങ്ക് പുണ്യച്ഛൻ വഹിച്ചു. എന്നോട് അന്ന് ആ പ്രഖ്യാപനം കഴിഞ്ഞ് തമിഴ് ഭാഷ സംസാരിക്കുന്ന പല പിതാക്കന്മാരും എന്നോട് പറഞ്ഞു, ഇന്ത്യയുടെ സമഗ്രമായ ഒരു വളർച്ചയ്ക്ക് കുഞ്ഞച്ഛനെ വിശുദ്ധനായിട്ട് പരിശുദ്ധ കത്തോലിക്കാ സഭ പ്രഖ്യാപിക്കേണ്ടതാണ്. വളരെ അർത്ഥവത്തായ ഒരു കാര്യമായിട്ട് എനിക്കത് തോന്നി. ഇന്ത്യയുടെ, ഭാരതത്തിന്റെ സമഗ്രമായ വളർച്ചയ്ക്ക് കുഞ്ഞച്ഛന്റെ പുണ്യപദവി ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ വർഷം കൂടുതൽ ഗ്രാസ് റൂട്ട് ലെവലിൽ എല്ലാ കുട്ടികൾക്കും രൂപത മുഴുവൻ നമ്മൾ അവധി കൊടുത്ത് ഈ ദിവസങ്ങളിലെല്ലാം രൂപത മുഴുവനും ആലച്ചന്റെ നേതൃത്വത്തിൽ ഓടി നടന്ന് ഈ സുവിശേഷത്തിന്റെ വ്യാഖ്യാനങ്ങൾ നൽകിയതും പ്രചരിപ്പിച്ചതുമില്ല. നമുക്ക് കണ്ണു തുറന്ന് ചിന്തിക്കേണ്ട നിരവധിയായ കാര്യങ്ങളുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ സമയ പരിമിതി മൂലം ഇതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. ആ തിന്മകള്, തെറ്റുകള്, പോരായ്മകളൊക്കെ തിരുത്തുന്നതിന് ഒരു പുത്തൻ സംസ്കാരം, ഒരു നല്ല നാഗരികത രൂപീകരിക്കുന്നതില് ഈ ഓർമ്മ, കുഞ്ഞച്ഛനെ കുറിച്ചുള്ള ഓർമ്മ അടിസ്ഥാന ഘടകമാണ് എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഒരു നല്ല യൂക്കറിസ്റ്റിക് എക്ലേസിയോളജി, നല്ലൊരു മിഷനറി ഔട്ട്ലുക്ക്, നല്ലൊരു സോഷ്യൽ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിനെല്ലാം വേണ്ടി ഈ ട്യൂബ് നമുക്ക് ആവശ്യമാണ്. ഈ ട്യൂബ് ഖാദോശാണ്, പുണ്യഭൂമിയാണ്, വിശുദ്ധി മൂലം വേർതിരിച്ചു നിർത്തിയിരിക്കുന്ന സ്ഥലമാണ്. ഇതിന് വലിയൊരു അട്രാക്റ്റീവായിട്ടുള്ള പവറുണ്ട്. ഒരു കാന്തിക ശക്തിയുള്ള ട്യൂബാണിത്. ഒരു വലിയൊരു പവർഫുൾ ഇൻഫ്ലുവൻഷ്യൽ ഫോഴ്സായിട്ട് രാമപുരം മാറിയിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ തന്നെ ഭാവി നിർണയിക്കുന്നതിൽ ഈ രാമപുരത്തിന്, ഈ ട്യൂബിന് വലിയ പ്രസക്തി ഭാവിയിൽ ഉണ്ടാകും എന്ന് ഉറപ്പാണ്. ഇവിടെ ജ്ഞാനി ശൈൽ സിംഗ്, എം ജേക്കബിന്റെ പ്രത്യേക നേതൃത്വത്തിൽ, കച്ചറമറ്റം സാറിന്റെ പ്രത്യേക സംഘടനാ പാഠകത്തിലെല്ലാം നമ്മള് മുമ്പിലൂടെ നീങ്ങി ഇവിടെ വന്നപ്പോൾ ഈ ട്യൂബ് സന്ദർശിച്ച് പ്രാർത്ഥിച്ചപ്പോഴെല്ലാം അതാണ് നമുക്ക് നൽകുന്ന സന്ദേശം. ഇത് ഇന്ത്യ മുഴുവൻ നിറയേണ്ട ഒരു ആധ്യാത്മിക വിപ്ലവമായിട്ട് മാറണം. അപ്പോൾ മാത്രമേ തിന്മകളോട് ശക്തമായിട്ട് എതിർത്ത് നിൽക്കുവാനും, അങ്ങനെ ആ നിൽപ്പിൽ നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയുവാനുമുള്ള ശക്തിയും മനോബലവും ലഭിക്കുകയുള്ളൂ. ഈ ട്യൂബ് ഒരു അൺഷേക്കബിൾ റോക്കാണ്, ഒരു തേറ ഫിർമയാണ്,
ഉറപ്പുള്ള സ്ഥലമാണ്. ആർക്കും ഇളക്കി കളയാൻ പറ്റാത്ത ഒരു തുമ്പാണ്. അവിടെ സഭയുടെ വാല്യൂസാണ് കുറഞ്ഞ് കൂടി നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ വ്യക്തികൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കുഞ്ഞച്ഛൻ്റെ കയ്യിൽ മരുന്നുണ്ട്. ആ മരുന്ന് സുവിശേഷമാണ്. ആ ബിഷപ്പുരൻ ഈശോയാണ്. ആ ഈശോയ്ക്ക് മാത്രമേ പൈശാചിക ശക്തികളെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. സുവിശേഷത്തില് ഈശോയുടെ മരണത്തിന്റെ സമയത്ത് കോഴി കൂകുന്ന ഒരു സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. ഗാലൂസ് കന്താത്ത് പൂവൻ കോഴി കൂകി എന്ന് ലത്തീൻ ഭാഷയില്. ആ ഗാലൂസ് കന്താത്ത് ഈശോയുടെ ജീവിതത്തിന്റെ രഹസ്യം തിരിച്ചറിയാനായിട്ട് പത്രോസിനെ സഹായിച്ച ഒരു കാര്യമാണ്. ഈ കോഴി പോകുന്ന ആ സംഭവത്തെ കുറിച്ച് ഈ കോഴി നടത്തുന്ന ഒരു മെഡിറ്റേഷൻ ഞാൻ ഒരിക്കലും വായിച്ചു. ഈ കോഴി ഒരു മെഡിറ്റേഷൻ നടത്തുകയാണ്. കോഴി പറയുകയാണ്, എന്നും പുലർച്ചയിൽ ഞാൻ പോകുന്നുണ്ടായിരുന്നു. വലിയ ഇമ്പാക്റ്റ് അത് സൃഷ്ടിച്ചതായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. എന്നാൽ ഈശോയുടെ പീഡാനുഭവ സമയത്ത് ഈശോയെ ശിഷ്യന്മാര് തള്ളിപ്പറയുന്ന സമയത്ത് രാത്രിയിൽ മഹാപുരോഹിതന്റെ മുറ്റത്ത് തീ കായുന്ന കൂട്ടത്തിൽ നിന്ന പത്രോസിനെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ പത്രോസ് ഈശോയെ തള്ളിപ്പറയുന്നത് കണ്ടപ്പോൾ എന്റെ കൂകലിന്റെ സമയവും സ്വരവും ഞാനൊന്ന് മാറ്റിയെടുത്തു. കോഴി ധ്യാനിക്കുകയാണ്, മെഡിറ്റേറ്റ് ചെയ്യുകയാണ്. 3 തവണ ഏറ്റവും പ്രഗത്ഭനായ ശിഷ്യൻ ഈശോയെ തള്ളിപ്പറഞ്ഞപ്പോൾ എന്നിലൂടെ പുറത്തു വന്നത് വെറും കൂവലല്ല, ഓർമ്മപ്പെടുത്തലാണ്, വിലാപമായിരുന്നു, പൊട്ടിക്കരച്ചിലായിരുന്നു, ഒരു വിളംബരമായിരുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെഡിറ്റേഷനാണത്. അത് വെറും ഒരു കൂവലല്ല, ഓർമ്മപ്പെടുത്തലാണ്, വിലാപമാണ്, പൊട്ടിക്കരച്ചിലാണ്, വലിയൊരു വിളംബരമായിരുന്നു. ആത്യന്തികമായിട്ടതൊരു വിധി പ്രഖ്യാപനമായിരുന്നു. എന്നിട്ട് കോഴി പിന്നീട് പറയുകയാണ്, ഞാൻ ഈശോയുടെ ക്രൂശ ആരോപണ സമയത്തും ഉയർപ്പിന്റെ സമയത്തുമൊക്കെ ഇവരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരുന്നത്. ഇവരെ പലരും അവിടെ നിന്നും ഓടി മറഞ്ഞു. പക്ഷേ ഉത്ഥാനശേഷം ഗലീലിയായിൽ കർത്താവ് വീണ്ടും വന്നപ്പോൾ എന്റെ വിളംബരത്തിന്റെ അർത്ഥം പത്രോസ് ഞാൻ തിരിച്ചറിഞ്ഞു. അവൻ 3 തവണ നിന്നെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് ആവർത്തിച്ച് പറഞ്ഞു വരുന്നു. ഇന്നും പുലർകാലങ്ങളിൽ ഞാൻ പോകുമ്പോൾ ആ രാത്രി എൻ്റെ മനസ്സിൽ കൊണ്ടുവന്ന വേദനകളാണ് ഞാൻ ഇന്ന് ഓർക്കുന്നത്. പശ്ചാത്താപത്തിലേക്ക് ശ്ലീഹായെ നയിക്കാൻ അത് ഉപകാരപ്പെട്ടു. ഇന്നും എല്ലാ മുറിവുകളും സുഖപ്പെടുത്തുന്നതും എല്ലാ പ്രത്യാശയും നമുക്ക് നൽകുന്നതും ഈശോയാണ്. ഓരോ പുലരിയും പുതിയ തുടക്കമായിരിക്കണം. വീണുപോയവർക്ക് എഴുന്നേൽക്കാനുള്ള അവസരമാണത്. തള്ളിപ്പറഞ്ഞവർക്ക് ഒരു എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ് നടത്താനുള്ള അവസരമാണ്. ഈ ട്യൂമ്പ് നിരന്തരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്യൂമ്പിൽ നിന്നുള്ള ശബ്ദം സുവിശേഷത്തിന്റെ ശബ്ദമാണ്, ഈശോയുടെ സ്വരമാണ്, ദളിതരുടെ സ്വരമാണ്,
നിരന്തരമായിട്ട് വിലാപത്തിന്റെയും കടബാധ്യതകളുടെയും തടച്ചിലുകളുടെയും ഇഷ്ടക്കേടുകളുടെയും എല്ലാം സ്വരം ഉയരുന്നുണ്ട്. അതും കുഞ്ഞച്ചന്റെ സ്വരമാണ്. ഈ ട്യൂബിൽ നിന്ന് നിരന്തരമായിട്ട് ഉയരുന്ന ആ ശബ്ദം നമ്മൾ കേൾക്കണം. അപ്പോഴാണ് ഈ തിരുനാളിന് അർത്ഥമുള്ളത്. കുഞ്ഞച്ചന്റെ ആ ദൗത്യത്തിൽ നമ്മളും പങ്കുകാരാകുന്നത്. വളരെയധികം കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ക്രൈസ്തവര് പലയിടങ്ങളിൽ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ഈ സമുദായം ഇനിയും അവരർഹിക്കുന്ന നീതി സഭയിൽ നിന്നോ രാഷ്ട്രത്തിൽ നിന്നോ പൂർണ്ണമായി കിട്ടിയിട്ടില്ല. നമ്മുടെ രൂപതയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, 1/7 കൂടുതൽ ഭാഗം നമ്മുടെ ദളിത് കത്തോലിക്കരാണ്. രൂപതയുടെ വലിയൊരു ശക്തി ഈ ദളിത് ക്രൈസ്തവരാണ്. അവരുടെ സാന്നിധ്യവും അവരുടെ കഴിവുകളും വളരെ വിലപ്പെട്ടതാണ്. എല്ലാ മേഖലകളിലും അവർ ജോലിയിലുണ്ട്. സ്കൂളിലും കോളേജിലും ഗവൺമെന്റ് തലത്തിലുമെല്ലാം. നമ്മുടെ പാസ്റ്ററൽ കൗൺസിലിന്റെ സെക്രട്ടറി സിജി സാറ് ഈ സമുദായത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഈ സമുദായത്തെ സമുദ്ധരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്ന വിധത്തിലെല്ലാം നമ്മൾ മുമ്പോട്ടിറങ്ങും. ഇതൊരു വലിയൊരു അഗ്നിയാണ് ഈ തുമ്പ്, ഈ കബറിടം. അത് കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. ആ ജ്വാലയിൽ നിന്ന് നല്ലൊരു വാന്ത് നമ്മൾ നേടിയെടുക്കണം. അതായിരുന്നു ഈ വർഷത്തെ ഈ തിരുനാൾ ആഘോഷത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു പുണ്യം. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട വിചാരിച്ചനും ബഹുമാനപ്പെട്ട വൈസ് പോസ്റ്റ് ഇവിടുത്തെ പ്രശസ്തന്മാരും സ്കൂളിലെ അച്ഛനും എല്ലാം വളരെയേറെ അധ്വാനിച്ചു. BCMS കമ്മിറ്റി ഇവിടുത്തെ ശക്തമായിട്ട് മുമ്പിലുണ്ട്. പള്ളി കമ്മിറ്റിക്കാരുണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവിടെയെല്ലാം വലിയൊരു കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇന്ന് ഈ പള്ളിയും പരിസരവും ടൗണും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ക്രൈസ്തവരും ഇതര മതവിഭാഗത്തിൽപ്പെട്ടവരുമായ ആളുകൾ. അത് നമ്മളുടെ വലിയ ഒരു ശക്തിയാണ്. ഇവിടെ വെച്ചായിരുന്നല്ലോ നമ്മള് 40,000-ലധികം ആളുകൾ പങ്കെടുത്തിന്റെയും മാണിക്യന്റെയും നേതൃത്വത്തിൽ നിരന്തരമായിട്ട് ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. അതിനെല്ലാം നല്ല ശക്തമായ നേതൃത്വവും കൊടുത്തു. ഈ പരിശുദ്ധ കുർബാന പൂർണ്ണമാകുമ്പോൾ അവര് അച്ഛന്റെ നേതൃത്വത്തിൽ ഈ ട്യൂബിലേക്ക് വന്ന് പ്രാർത്ഥിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് ഈ ദിവസത്തിന്റെയും ഈ ട്യൂബിന്റെയും അത്യന്തികമായിട്ട് ഈ കുർബാനയുടെയും ഫലം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാനായിട്ട് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. എന്റെ വാക്കുകൾ സ്വീകരിക്കട്ടെ. എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർക്കുന്നു. കുഞ്ഞച്ചനെ ആരും മറക്കരുത്. ഈ രൂപതയിലെ എല്ലാ കുട്ടികളുടെയും ഹൃദയത്തിൽ കുഞ്ഞച്ചൻ ഉണ്ടാകണം. ഇന്ന് എന്തുകൊണ്ടാണ് പള്ളിക്കൂടം ഇല്ലാത്തതെന്ന് മാതാപിതാക്കൾ ചോദിക്കുമ്പോൾ ആ കുട്ടികൾ പറയണം, ഞങ്ങള് കുഞ്ഞച്ചന്റെ പുണ്യകബറിൽ പോകാൻ വേണ്ടി രാവ് തന്ന അവധി ദിവസമാണ് എന്ന്. എല്ലാ കുട്ടികളും അത് പറയണം. അങ്ങനെ ഒരു പറച്ചില് ഉണ്ടാകുമ്പോൾ തന്നെ ഒരു നവസുവിശേഷവൽക്കരണം നമ്മുടെ രൂപതയിൽ ഉണ്ടാകും. ആ കുട്ടികളും അവരുടെ അധ്യാപകരും സ്വാഭാവികമായിട്ട് ഇത് മനസ്സിലാക്കുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം രാപകല് ഇവിടെ കുട്ടികളുടെ പ്രവാഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവരെയും വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനും പരിശുദ്ധ അൽഫോൻസാമയ്ക്കും അഗസ്തീനോസിനും സമർപ്പിച്ച് എന്റെ വാക്കുകൾ